എല്ലാവർക്കും എൻ്റെ പൊൻവീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചുള്ള ഒരു വിഭവമാണേ. അപ്പോൾ ഇന്ന് ചിക്കൻ ഞാൻ കുറച്ച് മസാലയൊക്കെ ഇട്ട് വേവിച്ച് പൊടിയാക്കി വെച്ചേക്കാണ്. ഇന്ന് ഞാൻ ചിക്കൻ തോരനാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. നമുക്ക് ഈ ചിക്കൻ തോരൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രയോജനമുണ്ട് കേട്ടോ. ഒന്ന്, ഗോതമ്പ് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് വെച്ച് അട പോലെ അകത്ത് വെച്ച് ചുട്ടെടുക്കാം. അപ്പോൾ ഒരു വെജിറ്റബിൾസ് പപ്സ് കണക്കിരിക്കും. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചിക്കൻ തോരനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കളഞ്ഞിട്ട് ചിക്കൻ നല്ലോണം വേവിച്ച് മസാലയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കുറച്ച് ഇനി നമ്മൾ മസാലയൊക്കെ ചേർക്കണം. എന്നാൽ ഇത് കുറച്ച് അങ്ങനെയൊക്കെ ചേർത്ത് ഉപ്പുമൊക്കെ ഇട്ട് ചേർത്ത് ഇങ്ങനെ വേവിച്ച് വെച്ചേക്കുക. ഇനി ഇത് നമ്മളൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം ചെറുതായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ഒരു സവാള, ഒരു പച്ചമുളക്, കുറച്ച് തേങ്ങ അധികം ആകരുത്, കുറച്ച് തേങ്ങ മാത്രമേ, കാരണം തേങ്ങ ടേസ്റ്റ് കുറയും തേങ്ങ അധികം ഇട്ടാൽ. കുറച്ച് തേങ്ങ മതി. പിന്നെ ഒരു തുണ്ട് ഇഞ്ചിയും, ഒരു 4 വെളുത്തുള്ളിയും, പിന്നെ ഒരു നാരങ്ങ നീര്, കറിവേപ്പില, മല്ലിയില, പുതിനയില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനമാണ് നമുക്ക് പൊടിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഈ തേങ്ങയും ഈ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഇതെല്ലാം ഈ ചിക്കൻ വേവിച്ച് വെച്ചതും എല്ലാം നമുക്കൊന്ന് പൊടിച്ചുകൊണ്ട് വരാം. കണ്ടില്ലേ? അപ്പോൾ എല്ലാവരും ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇടയ്ക്കൊക്കെ ചിക്കൻ കറി വയ്ക്കാതെ ചിക്കൻ തോരൻ വയ്ക്കുക. തോരനൊക്കെ അധികം തോരനെന്ന് പറഞ്ഞാൽ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് അധികം വന്നാൽ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഒരു ചായപ്പലഹാരം ഉണ്ടാക്കാനും ഇത് മതി. ഇതിൻ്റെ കൂടെ ഒരു ഉരുളൻകിഴങ്ങും കൂടെ വേവിച്ച്, ഉരുളൻകിഴങ്ങും ക്യാരറ്റും ബീൻസും ഒക്കെ വെച്ച് നടുക്ക് വെച്ച് നമുക്ക് അട പോലെ ചുട്ടെടുത്താൽ 4 മണിക്ക് കഴിക്കാനുള്ള ഒരു പലഹാരമാകും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ 2 കാര്യമായിരുന്നു പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് എല്ലാം ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ചിക്കൻ മിക്സിയിലോട്ടിട്ട് കുറേശ്ശെ ആയിട്ട് നമുക്കിത് പൊടിച്ചുകൊണ്ട് വരാം. ഞാൻ ചിക്കനെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് ആവശ്യം വരും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ, പച്ചമുളക്, സവാള ഇത് ഇത്രയൊന്ന് ചതച്ചുകൊണ്ട് വരാം. പച്ചമുളക്, തേങ്ങ, ഇഞ്ചി, വെളുത്തുള്ളി, അതിൻ്റെ കൂടെ നമ്മുടെ ചെറുതായിട്ടരിഞ്ഞ സവാള. കണ്ടില്ലേ? ഇത് ഇത്രയും ഒന്ന് ഒരൊറ്റ കറക്ക് കേട്ടോ. അപ്പം അങ്ങ് വെള്ളം പോലെ ആകരുത്, ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ. ഇതേണ്ട ഞാൻ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇത് ഇത്രയും ഞാൻ ചതച്ച് വെച്ചു. അതേപോലെ തന്നെ ചിക്കനും ചതച്ച് വെച്ചു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ചേർക്കേണ്ടത് നാരങ്ങ നീര്. ഈ ചിക്കനകത്ത് നമ്മുടെ നാരങ്ങ നീര് 2 തുള്ളി ചേർക്കുക. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് ഇനി ഇത് വറുത്തെടുത്താൽ മാത്രം മതി. വറുത്തെന്ന് വെച്ചാൽ റോസ്റ്റ് ചെയ്തെടുക്കണം. നമുക്ക് ചട്ടിക്കകത്തോട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 2 ചെറിയ സ്പൂണാണ് കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇടുന്നതിന് മുമ്പ് ഞാൻ വേറൊരു സാധനം ഇടുന്നത് തേങ്ങയുടെ കൊത്ത് ചെറിയതായിട്ട് കട്ട് ചെയ്തത്. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ മാത്രമേ കടുകിടാവൂ. ഇത്തിരി ഒന്ന് ചുമന്ന് വരുമ്പോൾ നമ്മൾ കടുക് ഇടണം. അല്ലെങ്കിൽ കടുകിൻ്റെ കൂടിട്ടാൽ കടുക് കരിഞ്ഞു പോകും. അതുകൊണ്ട് തേങ്ങ ഒന്ന് മൂത്തതിന് ശേഷം മാത്രം കടുകിടണം. തേങ്ങ മൂത്തിട്ടുണ്ട്, കണ്ടില്ലേ? തേങ്ങ നല്ല മൂത്തിട്ടുണ്ട്. ഇനി നമുക്കതിനകത്ത് കടുകിടാം. കടുകിട്ട് ശകലം പെരുംജീരകം. ഇനി നമ്മുടെ തേങ്ങയും ഇഞ്ചിയും എല്ലാം വെച്ച് അരച്ചത്. ഇത് നല്ലോണം എണ്ണയ്ക്കകത്ത് ഒന്ന് മൂക്കണം.
നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങളിത് കണക്കൊന്ന് ഉണ്ടാക്കി നോക്കണേ. ചിക്കൻ തോരൻ ആരെങ്കിലും വെച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കണം. നല്ലോണം ഇച്ചിരി ഒന്ന് നല്ലോണം മൂക്കണം. നമുക്ക് ഇതിൻ്റെ കൂടെ മല്ലിയില, പുതിനയില, കറിവേപ്പില, അത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂടെ മസാലകൾ ചേർക്കാം. ചിക്കൻ മസാല 1.5 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ. ഇത്രയും നമുക്ക് മൂപ്പിക്കാം. ഇപ്പം തേങ്ങ, പെരുംജീരകം, കടുക്, തേങ്ങാക്കൊത്ത്, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പെരുംജീരകം, പച്ച പെരുംജീരകം, ഇത് ഇത്രയാണ്, മഞ്ഞൾപ്പൊടി ഇത് ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുന്നത്. പിന്നെ സവാളക്കകത്ത് സവാള, ഇഞ്ചി, വെളുത്തുള്ളി അത് ഇത്രയും കൂടെ ചതച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാം. കണ്ടില്ലേ, നല്ലോണം വറുത്തെടുക്കണം. ഇനി ഉപ്പ് നോക്കിയിട്ട്, നമ്മൾ ആദ്യമേ ഇറച്ചിക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് നോക്കിയിട്ട് മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പിടുക. എന്നാലും അരപ്പിനകത്ത് ശകലം ഉപ്പ് ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പിടാം. ചെറിയ 1 സ്പൂൺ ഉപ്പിട്ട് നല്ലോണം ഇളക്കി നല്ലോണം മൂപ്പിച്ചെടുക്കുക. നമുക്ക് ലാസ്റ്റ് 1 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ഇടണം. കുരുമുളക് വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം. ഞാൻ ഈ മസാലപ്പൊടിക്കകത്ത് കുരുമുളകും എല്ലാം ചേർത്ത് പൊടിച്ച് വെച്ചേക്കുന്നുണ്ട്. ഞാൻ പ്രത്യേകം കുരുമുളക് പൊടി ഇടാത്തത് കേട്ടോ. ഞാൻ എല്ലാം ഒന്നിച്ച് പൊടിച്ച് വെച്ചേക്കുകയാണ്. ചിക്കൻ മസാല അത് ഞാൻ പൊടിച്ച് വെച്ചേക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പ്രത്യേകിച്ച് ഇടാത്തത്. അടിപൊളിയാണ് കേട്ടോ. ഇത് തന്നെ നമ്മളിന്ന് ഒരപ്പം ഉണ്ടാക്കുന്നുണ്ട്. നടുക്ക് തേങ്ങ വെച്ച് ദോശക്കല്ലിനകത്ത് ഇത് നമ്മൾ നടുക്ക് വെച്ച് ചുട്ടെടുത്ത് വൈകുന്നേരത്തുള്ള ചായക്കും കൂടെ ഇത് തന്നെ ഞാൻ ആക്കുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ലാസ്റ്റ് ഇത്തിരി ഗരം മസാലയും കൂടെ ലാസ്റ്റ് ചേർത്തിറക്കണം. ഒരു ചെറിയ സ്പൂൺ ഗരം മസാലയും അതിൻ്റെ കൂടെ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്ത് വയ്ക്കും. ഇത്രയേ ഉള്ളൂ. അടിപൊളിയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി വേണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ കുറച്ചരയ്ക്കണം, പക്ഷെ തേങ്ങാക്കൊത്ത് ശകലം ഇടണം. അപ്പോൾ ഇടയ്ക്കൊരു കടി കിട്ടുന്നതൊക്കെ നല്ലതാണ്. കടിക്കാനല്ല പറയുന്നത് കേട്ടോ, തേങ്ങയുടെ കടിയാണേ. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ,
ഇതാണ് നമ്മുടെ ചിക്കൻ തോരൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.